ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുരാതന ഇന്ത്യൻ പുരാണങ്ങളിൽ ദ്വാരക എന്ന പേര് ഒരു സുവർണ കാലഘട്ടത്തിന്റെ മഹത്വത്തെ വിളിച്ചറിയിക്കുന്നു. വിഷ്ണുവിന്റെ എട്ടാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ പണി കഴിപ്പിച്ചതായി പറയപ്പെടുന്ന ഒരു നഗരമായിരുന്നു ഇത്. കാലത്തെ ഏറ്റവും മനോഹരമായ നഗര കേന്ദ്രങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. സഹസ്രാബ്ദങ്ങളായി ഇന്ത്യയുടെ സാംസ്കാരികവും ആത്മീയവുമായ അവബോധത്തെ രൂപപ്പെടുത്തിയ ഇതിഹാസമായ മഹാഭാരതത്തിന്റെ സമ്പന്നമായ അറിവിൽ നെയ്തെടുത്തതാണ് ദ്വാരകയുടെ കഥ. ഐതിഹ്യമനുസരിച്ച് ദ്വാരക ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് കര അറബിക്കടലുമായി ചേരുന്നിടത്ത് മറ്റേതൊരു രാജ്യത്തും ഇല്ലാത്ത ഒരു നഗരമായിരുന്നു. ക്രിസ്റ്റൽ, വെള്ളി, സ്വർണം എന്നിവ കൊണ്ട് നിർമ്മിച്ച കൊട്ടാരങ്ങൾ, സൂര്യപ്രകാശത്തെ തിളങ്ങുന്ന നിറങ്ങളിൽ പ്രതിഫലിക്കുന്ന ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിച്ച സമാനതകളില്ലാത്ത സൗന്ദര്യമുള്ള സ്ഥലമായിരുന്നു അത്. തെരുവുകൾ വലിയ ക്ഷേത്രങ്ങളാൽ നിറഞ്ഞിരുന്നു. അന്തരീക്ഷത്തിൽ സംഗീതത്തിന്റെയും ശബ്ദങ്ങളുടെയും കുട്ടികളുടെ ചിരിയും നിറഞ്ഞു. കൃഷ്ണൻ തന്നെ ഭരിച്ചിരുന്ന സമൃദ്ധിയുടെയും സംസ്കാരത്തിന്റെയും ദൈവിക സംരക്ഷണത്തിന്റെയും നഗരമായിരുന്നു ദ്വാരക. എന്നിരുന്നാലും പല മഹത്തായ നാഗരികതകളെപ്പോലെ ദ്വാരകയുടെ നിലനിൽപ്പ് ഹ്രസ്വകാലമായിരുന്നു. മഹാഭാരതം നഗരത്തിന് സംഭവിച്ച ഒരു ശാപത്തെക്കുറിച്ച് പറയുന്നു. അത് അതിന്റെ നാശത്തിലേക്ക് നയിച്ചു. കുരുക്ഷേത്ര യുദ്ധം അവസാനിച്ചതിനു ശേഷം തന്റെ പ്രിയപ്പെട്ട നഗരത്തിന്റെ ആസന്നമായ നാശം കൃഷ്ണൻ മുൻകൂട്ടി കണ്ടു. കൃഷ്ണന്റെ സ്വന്തം ജനതയായ യാദവ കുലത്തിന്റെ ധാർമ്മിക തകർച്ചയും ദ്വാരകയുടെ പതനത്തിന് കളമൊരുക്കി. മഹാപ്രളയത്തിൽ നഗരത്തെ വിഴുങ്ങി കടൽ പൊങ്ങാൻ തുടങ്ങി. ദ്വാരകയിലെ പ്രൗഢഗംഭീരമായ കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും തെരുവുകളും തിരമാലകൾക്കടിയിൽ മുങ്ങി. ഒരു കാലത്ത് മഹത്വമേറിയ നഗരത്തിന്റെ ഒരു അടയാളവും അവശേഷിപ്പിച്ചില്ല. ദ്വാരകയുടെ ഇതിഹാസം മിഥ്യയുടെ മണ്ഡലങ്ങളിലേക്ക് കടന്നുപോയി. ആയിരക്കണക്കിന് വർഷങ്ങളായി അത് ഋഷിമാരും പണ്ഡിതന്മാരും പറഞ്ഞ ഒരു കഥയായി തുടർന്നു. ദൈവിക ഇടപെടലിന്റെയും ഏറ്റവും വലിയ മനുഷ്യ നേട്ടങ്ങളുടെ പോലും നശ്വരതയുടെയും കഥ. നൂറ്റാണ്ടുകളായി ദ്വാരകയുടെ കഥ മഹാഭാരതത്തിന്റെ ധാർമ്മിക പാഠങ്ങൾ ചിത്രീകരിക്കുന്ന ഒരു പ്രതീകാത്മക വിവരണമായി കണക്കാക്കപ്പെട്ടിരുന്നു. എന്നിരുന്നാലും 20-ാം നൂറ്റാണ്ടിലെ പുരാവസ്തു ഗവേഷണ മേഖല പുരോഗമിച്ചപ്പോൾ പുരാതന ഗ്രന്ഥങ്ങളുടെ ചരിത്രപരമായ കൃത്യതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി. ഐതിഹ്യങ്ങളിൽ സത്യത്തിന്റെ ഒരു തരി ഉണ്ടാകുമോ? ഒരു കാലത്ത് ദ്വാരക ഒരു യഥാർത്ഥ നഗരമായിരുന്നോ? ഇപ്പോൾ കടലിന്റെ ആഴങ്ങളിലേക്ക് നഷ്ടപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ടോ? 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ദ്വാരകയെക്കുറിച്ചുള്ള സത്യം കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചു. മഹാഭാരതത്തിൽ വിവരിച്ചിരിക്കുന്ന നഗരം നിലനിന്നിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പുരാവസ്തു ഗവേഷകരും ചരിത്രകാരന്മാരും സമുദ്രശാസ്ത്രജ്ഞരും കൗതുകമുണർത്തി. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരം, പ്രത്യേകിച്ച് ഗുജറാത്തിലെ ആധുനിക നഗരമായ ദ്വാരകയ്ക്ക് ചുറ്റുമുള്ള പ്രദേശം തീവ്രമായ അന്വേഷണത്തിന്റെ കേന്ദ്രമായി മാറി. 1963 പ്രശസ്ത പുരാവസ്തു ഗവേഷകനായ ഡോക്ടർ SR റാവു ദ്വാരകയുടെ പുരാതന അവശിഷ്ടങ്ങൾ പര്യവേക്ഷണം ചെയ്യാനുള്ള ഒരു ദൗത്യം ആരംഭിച്ചു. പ്രാചീന തുറമുഖ നഗരമായി തോന്നിയതിന്റെ അവശിഷ്ടങ്ങൾ അദ്ദേഹം കണ്ടെത്തിയതിനാൽ അദ്ദേഹത്തിന്റെ പ്രാഥമിക കണ്ടെത്തലുകൾ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. എന്നിരുന്നാലും 1980കളിൽ മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഉണ്ടായത്. ആധുനിക നഗരത്തിനടുത്തുള്ള ബെറ്റ് ദ്വാരക എന്ന ദ്വീപിന്റെ തീരത്ത് ഡോക്ടർ റാവുവിന്റെ വെള്ളത്തിനടിയിലുള്ള പര്യവേക്ഷണങ്ങൾ ഒരു പുരാതന നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ വെളിപ്പെടുത്തി. നിരവധി ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വെള്ളത്തിനടിയിൽ വ്യാപിച്ചു കിടക്കുന്ന അവശിഷ്ടങ്ങളായിരുന്നു അത്. കടലിനടിയിൽ 40 മീറ്റർ വരെ താഴ്ചയിൽ ശിലാനിർമ്മിതികൾ, ഭിത്തികൾ, തൂണുകൾ എന്നിവയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഈ കണ്ടുപിടുത്തങ്ങൾ മഹാഭാരതത്തിലെ ദ്വാരകയുടെ വിവരങ്ങളുമായി പൊരുത്തപ്പെടുന്നതായിരുന്നു. ഇത് നഷ്ടപ്പെട്ട നഗരം കണ്ടെത്താനുള്ള ആവേശകരമായ സാധ്യതയിലേക്ക് നയിച്ചു. ബെറ്റ് ദ്വാരകയിലെ വെള്ളത്തിനടിയിലുള്ള ഖനനങ്ങൾ പുരാതന നഗരത്തിലേക്ക് വെളിച്ചം വീശുന്ന ആകർഷകമായ പുരാവസ്തുക്കളും ഘടനകളും തുടർന്നു. BC 1500 ഹാരപ്പൻ കാലഘട്ടത്തിലെ സ്റ്റോൺ നങ്കൂരങ്ങൾ, മൺപാത്രങ്ങൾ എന്നിവ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിൽ ഉൾപ്പെടുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിനുടനീളമുള്ള മറ്റ് നാഗരികതകളുമായി സമുദ്ര വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന അഭിവൃദ്ധി പ്രാപിച്ച ഒരു തുറമുഖ നഗരമായിരുന്നു ദ്വാരകയെന്ന് ഈ പുരാവസ്തുക്കൾ സൂചിപ്പിക്കുന്നു. സ്റ്റോൺ ആങ്കേഴ്സ് പ്രത്യേകിച്ച് ഒരു വലിയ നിർണായക തെളിവായിരുന്നു. വലിയ കപ്പലുകളിലെ ഉൾക്കൊള്ളാൻ കഴിവുള്ള നന്നായി വികസിപ്പിച്ച ഒരു തുറമുഖം നഗരത്തിലുണ്ടെന്ന് അവ സൂചിപ്പിച്ചു. ഈ നങ്കൂരങ്ങളുടെ സാന്നിധ്യം ദ്വാരക ഒരു വിദേശ ദേശങ്ങളുമായി ബന്ധമുള്ള വ്യാപാര വാണിജ്യ കേന്ദ്രമായിരുന്നു എന്ന ആശയത്തെ സാധൂകരിച്ചു. കൂടുതൽ പര്യവേക്ഷണത്തിൽ വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു കൂറ്റൻ കോട്ടമതിലിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തി. കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന ഈ മതിൽ കരയിൽ നിന്നും കടലിൽ നിന്നും നഗരത്തെ സംരക്ഷിക്കുന്നതിനായി നിർമ്മിച്ചതാണെന്ന് തോന്നുന്നു. ദ്വാരക ഒരു സമ്പന്ന നഗരം മാത്രമല്ല, ഭിത്തിയിൽ ഉപയോഗിച്ചിരുന്ന നിർമ്മാണ സാങ്കേതിക വിദ്യകൾ അക്കാലത്തെ ഗണ്യമായ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം എത്രത്തോളം പുരോഗതി കൈവരിച്ചതാണെന്ന് വെളിവാകുന്നു. ഫിസിക്കൽ എവിഡൻസിന് പുറമെ നഗരത്തിന്റെ മതപരവും സാംസ്കാരികവുമായ ജീവിതത്തിലേക്ക് ഉൾക്കാഴ്ച നൽകുന്ന ലിഖിതങ്ങളും ചിഹ്നങ്ങളും സംഘം കണ്ടെത്തി. ലിഖിതങ്ങൾ മഹാഭാരതത്തിലെ കൃഷ്ണനെയും മറ്റു വ്യക്തികളെയും പരാമർശിക്കുന്നു. ഇത് തീർച്ചയായും ദ്വാരകയുടെ ഐതിഹാസിക നഗരമാണെന്ന ആശയത്തിന് കൂടുതൽ വിശ്വാസ്യത നൽകുന്നു. ഈ കണ്ടുപിടുത്തം പണ്ഡിതന്മാർക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും ഒരുപോലെ ആവേശത്തിനും സംവാദത്തിനും കാരണമായി. ചിലർ ഈ കണ്ടെത്തലുകളെ മഹാഭാരതത്തിന്റെ ചരിത്രത്തിന്റെ തെളിവായി വാഴ്ത്തിയപ്പോൾ നഗരത്തിന്റെ ഐഡന്റിറ്റി സ്ഥിരീകരിക്കാൻ കൂടുതൽ ഗവേഷണം ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി മറ്റുള്ളവർ ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടു.
വെള്ളത്തിനടിയിലായ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഇന്ത്യയിലെ പുരാണങ്ങളും ചരിത്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് തിരികൊളുത്തി. നൂറ്റാണ്ടുകളായി മഹാഭാരതത്തിന്റെയും രാമായണത്തിന്റെയും കഥകൾ മതപരവും സാംസ്കാരികവുമായ നിധികളായി കണക്കാക്കപ്പെട്ടിരുന്നുവെങ്കിലും അവയുടെ ചരിത്രപരമായ കൃത്യത പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. ബെദ്വാരകയിലെ കണ്ടെത്തലുകൾ പുരാതന ഇന്ത്യൻ ഗ്രന്ഥങ്ങളെ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നതിനെക്കുറിച്ചുള്ള സുപ്രധാന ചോദ്യങ്ങൾ ഉയർത്തി. അവ കേവലം പ്രതീകാത്മകമായിരുന്നോ അതോ ചരിത്രപരമായ സത്യത്തിന്റെ ഘടകങ്ങൾ അവയിൽ അടങ്ങിയിരുന്നോ? ദ്വാരക യഥാർത്ഥത്തിൽ നിലനിന്നിരുന്നുവെങ്കിൽ മഹാഭാരതത്തിൽ വിവരിച്ചിരിക്കുന്ന മറ്റു നഗരങ്ങൾക്കും സംഭവങ്ങൾക്കും എന്താണ് സംഭവിച്ചിരിക്കുക? വിവിധ മേഖലകളിലെ പണ്ഡിതർ ചർച്ചയിൽ പങ്കെടുത്തു. അവശിഷ്ടങ്ങളുടെ കണ്ടെത്തൽ മഹാഭാരതത്തെ ഒരു ചരിത്രരേഖയായി സാധൂകരിക്കുന്നുവെന്ന് ചിലർ വാദിച്ചു. മറ്റുള്ളവർ ഈ നഗരം ദ്വാരകയുടെ ഇതിഹാസവുമായി ബന്ധമില്ലാത്ത മറ്റൊരു പുരാതന വാസസ്ഥലമായിരുന്നിരിക്കാമെന്ന് വാദിച്ചു. പൊതുജനങ്ങളുടെ ഭാവനയെ പിടിച്ചു നിർത്തുകയും ഇന്ത്യയുടെ പുരാതന ചരിത്രത്തിൽ താല്പര്യം ജനിപ്പിക്കുകയും ചെയ്യുന്ന സംവാദം അക്കാദമിക്ക് അപ്പുറത്തേക്ക് വ്യാപിച്ചു. സംവാദം തുടർന്നപ്പോൾ വെള്ളത്തിനടിയിലെ അവശിഷ്ടങ്ങൾ പര്യവേക്ഷണം ചെയ്യാനും സംരക്ഷിക്കാനുമുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൂടുതൽ ഉത്ഖനനങ്ങൾ നടത്താൻ നേതൃത്വം നൽകി. അതേസമയം സമുദ്ര പുരാവസ്തു ഗവേഷകർ ആഴങ്ങൾ പര്യവേക്ഷണം ചെയ്യാൻ സോണാർ മാപ്പിംഗ്, റിമോട്ട് ഓപ്പറേറ്റഡ് വെഹിക്കിൾ പോലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു. ഈ ശ്രമങ്ങൾ അധിക ഘടനകൾ, പുരാവസ്തുക്കൾ, സങ്കീർണമായ നഗരവിന്യാസത്തിന്റെ തെളിവുകൾ എന്നിവയുൾപ്പെടെ കൂടുതൽ കണ്ടെത്തലുകൾക്ക് കാരണമായി. അവശിഷ്ടങ്ങളുടെ തോത് സൂചിപ്പിക്കുന്നത് ദ്വാരക വലുതും സമ്പന്നവുമായ ഒരു നഗരമായിരുന്നുവെന്നും ഒരുപക്ഷെ അക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗര കേന്ദ്രങ്ങളായിരുന്നുവെന്നും സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും ഈ കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നിട്ടും നഗരത്തിന്റെ ഐഡന്റിറ്റി അവ്യക്തമായി തുടർന്നു. അവശിഷ്ടങ്ങളെ മഹാഭാരതത്തിലെ ദ്വാരകയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന വ്യക്തമായ ലിഖിതങ്ങളോ മറ്റ് തെളിവുകളോ ഇല്ലാത്തത് സംശയത്തിന് ഇടം നൽകി. ചില ഗവേഷകർ ഈ നഗരം ഒരു പ്രാദേശിക വ്യാപാര കേന്ദ്രമായിരിക്കാമെന്ന് നിർദ്ദേശിച്ചു. അത് പിന്നീട് കൃഷ്ണന്റെ ഇതിഹാസങ്ങളിൽ ഉൾപ്പെടുത്തിയതായിരിക്കാം. കൂടുതൽ തെളിവുകൾ പുറത്തു വന്നപ്പോൾ നഷ്ടപ്പെട്ട ദ്വാരക നഗരത്തിന്റെ ഉത്ഭവവും വിധിയും വിശദീകരിക്കാൻ വിവിധ സിദ്ധാന്തങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടു. ഈ സിദ്ധാന്തങ്ങൾ ചരിത്രപരം മുതൽ ഭൂഗർഭശാസ്ത്രം വരെയുള്ളവയാണ്. ഓരോന്നും നിഗൂഢതയെക്കുറിച്ചുള്ള വ്യത്യസ്തമായ വീക്ഷണം വാഗ്ദാനം ചെയ്യുന്നു. നിരവധി നദികൾ കൂടിച്ചേർന്ന് രൂപപ്പെട്ട ഒരു ഡെൽറ്റയിലാണ് നഗരം നിർമ്മിച്ചതെന്നാണ് പരക്കെ അംഗീകരിക്കപ്പെട്ട ഒരു സിദ്ധാന്തം. കാലക്രമേണ ഈ നദികളുടെ ഗതിയിലെ മാറ്റങ്ങളും സമുദ്രനിരപ്പിന്റെ വർധനവും കൂടിച്ചേർന്ന് നഗരം ക്രമേണ വെള്ളത്തിനടിയിലാകാൻ ഇടയായി. ഈ സിദ്ധാന്തം ഈ പ്രദേശത്തെ പുരാതന നദീതടങ്ങളുടെ തെളിവുകൾ കാണിക്കുന്ന ഭൂമിശാസ്ത്ര പഠനങ്ങൾ പിന്തുണയ്ക്കുന്നു. BC 3-ാം സഹസ്രാബ്ദത്തിൽ സിന്ധു നദീതടത്തിൽ തടച്ചു വളർന്ന വലിയ ഹാരപ്പൻ നാഗരികതയുടെ ഭാഗമാണ് ദ്വാരകയെന്ന് മറ്റൊരു സിദ്ധാന്തം അഭിപ്രായപ്പെട്ടു. ഈ സിദ്ധാന്തം അനുസരിച്ച് ദ്വാരക ഹാരപ്പൻ നാഗരികതയുടെ തീരപ്രദേശമായിരുന്നു. അതിന്റെ പതനം ഹാരപ്പൻ നഗരങ്ങളുടെ വിശാലമായ തകർച്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദ്വാരകയും ഹാരപ്പൻ നാഗരികതയും തമ്മിലുള്ള ബന്ധം ഊഹമായി നിലനിന്നിരുന്നുവെങ്കിലും ഹാരപ്പൻ പുരാവസ്തുക്കളുടെ സാന്നിധ്യം ഈ ആശയത്തെ പിന്തുണച്ചു. നൂറ്റാണ്ടുകളായി ആവർത്തിച്ച സുനാമി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളാൽ നശിച്ചുകൊണ്ടും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്ത ഒരു നഗരമാണ് ദ്വാരകയെന്ന് ചില ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. ഈ സിദ്ധാന്തം അവശിഷ്ടങ്ങളുടെ ഒന്നിലധികം പാളികൾ കണ്ടെത്തിയതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇത് നഗരത്തിന് ദീർഘവും സങ്കീർണമായ ചരിത്രമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ഈ ചരിത്രവും ഭൂമിശാസ്ത്രപരവുമായ സിദ്ധാന്തങ്ങൾക്ക് പുറമെ കൂടുതൽ സ്പെക്കുലേറ്റീവ് ഇന്റർപ്രിറ്റേഷൻ ഉണ്ടായിരുന്നു. ധൂമകേതു ആഘാതമോ അല്ലെങ്കിൽ വൻ ഭൂകമ്പമോ പോലുള്ള ഒരു ദുരന്ത സംഭവത്താൽ നശിക്കപ്പെട്ട ഒരു ചരിത്രാതീത നഗരത്തിന്റെ കൂട്ടായ ഓർമ്മയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ദ്വാരകയുടെ ഇതിഹാസമെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. മറ്റു ചിലർ ഈ നഗരം ഹ്യൂമൻ സിവിലൈസേഷന്റെ സൈക്ലിക് നേച്ചറിന്റെ റിഫ്ലക്ഷൻ ആണെന്നും അതിന്റെ ഉയർച്ചയും തകർച്ചയും എല്ലാ വസ്തുക്കളുടെയും അനശ്വരതയുടെയും രൂപമായി വർത്തിക്കുന്നുവെന്നും അഭിപ്രായപ്പെട്ടു. ദ്വാരകയുടെ സ്വത്വത്തെയും ചരിത്രത്തെയും കുറിച്ചുള്ള ചർച്ചകൾ തുടർന്നപ്പോൾ ഈ സ്ഥലം തന്നെ ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെയും ഭൂതകാലവുമായുള്ള ശാശ്വതമായ ബന്ധത്തിന്റെയും പ്രതീകമായി മാറി. വെള്ളത്തിനടിയിലുള്ള അവശിഷ്ടങ്ങൾ പണ്ഡിതന്മാരെയും പുരാവസ്തു ഗവേഷകരെയും മാത്രമല്ല തീർത്ഥാടകരെയും വിനോദസഞ്ചാരികളെയും വരെ ആകർഷിച്ചു. ഗുജറാത്തിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ആധുനിക നഗരമായ ദ്വാരക ഐതിഹാസിക നഗരമായ കൃഷ്ണയുടെ കവാടം എന്ന പദവി സ്വീകരിച്ചു. കൃഷ്ണനും മഹാഭാരതത്തിലെ മറ്റ് വ്യക്തികൾക്കും സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളും സ്മാരകങ്ങളുമുള്ള നഗരം ഒരു പ്രധാന തീർത്ഥാടക കേന്ദ്രമായി മാറി. കൃഷ്ണന്റെ ജനനം ആഘോഷിക്കുന്ന വാർഷിക ഉത്സവമായ ജന്മാഷ്ടമി ആയിരക്കണക്കിന് ഭക്തരെ ദ്വാരകയിലേക്ക് ആകർഷിച്ചു. അവിടെ അവർ പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ആചാരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു. വെള്ളത്തിനടിയിലെ അവശിഷ്ടങ്ങളുടെ കണ്ടെത്തൽ ഇന്ത്യയുടെ നാഷണൽ ഐഡന്റിറ്റിയിൽ വലിയ സ്വാധീനം ചെലുത്തി. ഒരു കാലത്ത് മിഥ്യയായി കണക്കാക്കപ്പെട്ടിരുന്ന ദ്വാരകയുടെ കഥ രാജ്യത്തിന്റെ പുരാതന ചരിത്രത്തിന്റെയും മനുഷ്യ നാഗരികതയുടെയും നൽകിയ സംഭാവനകളുടെയും സാക്ഷ്യപത്രമായാണ് ഇപ്പോൾ കാണുന്നത്. ഈ സ്ഥലം ദേശീയ പൈതൃക സൈറ്റായി നിയുക്തമാക്കി ഭാവി തലമുറകൾക്കായി അവശിഷ്ടങ്ങൾ സംരക്ഷിക്കാനും ശ്രമിക്കുന്നു. ദ്വാരകയുടെ സാംസ്കാരിക പ്രാധാന്യത്തിനു പുറമെ പുരാതന നാഗരികതയെക്കുറിച്ചുള്ള പഠനത്തിന് ദ്വാരകയുടെ പരിവേഷണത്തിന് ഇമ്പോർട്ടന്റ് ഇംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. സൈറ്റിലെ കണ്ടെത്തലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സമുദ്ര ചരിത്രത്തെക്കുറിച്ചും പുരാതന ഇന്ത്യയെ ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധിപ്പിച്ച വ്യാപാര ശൃംഖലകളെക്കുറിച്ചും വിശാലമായ ധാരണയ്ക്ക് കാരണമായി. ദ്വാരകയുടെ പാരമ്പര്യം ഇന്ത്യയുടെ അതിർത്തികൾക്ക് അപ്പുറത്തേക്കും വ്യാപിച്ചു. നഷ്ടപ്പെട്ട നഗരത്തിന്റെ കഥ ലോകമെമ്പാടുമുള്ള ആളുകളുടെ ഭാവനയെ സ്വാധീനിക്കുകയും പുസ്തകങ്ങളും ഡോക്യുമെന്ററികളും
സാങ്കല്പിക സൃഷ്ടികൾക്കും കാരണമായി. ദ്വാരകയുടെ നിഗൂഢത നഷ്ടപ്പെട്ട നാഗരികതകളുടെ ശാശ്വതമായ ആകർഷണത്തിന്റെയും ഭൂതകാലത്തിന്റെ രഹസ്യങ്ങൾ കണ്ടെത്താനുള്ള അന്വേഷണത്തിന്റെയും പ്രതീകമായി മാറി. ദ്വാരകയുടെ നിഗൂഢതകൾ കണ്ടെത്തുന്നതിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിലും നഗരത്തിന്റെ ഉത്ഭവം, അതിന്റെ ചരിത്രം, അതിന്റെ ആത്യന്തിക വിധി എന്നിവയെക്കുറിച്ച് അജ്ഞാതമായി തുടർന്നു. സാങ്കേതിക വിദ്യയും ഗവേഷണ രീതികളും പുരോഗമിക്കുന്നതനുസരിച്ച് പുതിയ കണ്ടെത്തലുകളും വ്യാഖ്യാനങ്ങളും ഉയർന്നു വരുന്നതോടെ ദ്വാരകയെ മനസ്സിലാക്കാനുള്ള അന്വേഷണം തുടരുകയാണ്. മറൈൻ ആർക്കിയോളജി പ്രത്യേകിച്ച് ആഴങ്ങളിൽ നിന്ന് കൂടുതൽ രഹസ്യങ്ങൾ അൺലോക്ക് ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. വെള്ളത്തിനടിയിലുള്ള അവശിഷ്ടങ്ങൾ പര്യവേഷണം ചെയ്യാൻ ഗവേഷകർ കൂടുതൽ സങ്കീർണമായ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ മഹാഭാരതത്തിലെ ദ്വാരകയുമായി സൈറ്റിനെ കൃത്യമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന കൂടുതൽ തെളിവുകൾ കണ്ടെത്താനാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അതേസമയം പുരാതന ഗ്രന്ഥങ്ങളുടെയും വാമൊഴി പാരമ്പര്യങ്ങളുടെയും പഠനം ദ്വാരകയുടെ സാംസ്കാരികവും ചരിത്രപരവുമായ പശ്ചാത്തലത്തിൽ വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു. പുരാവസ്തു കണ്ടെത്തലുകളുടെ വെളിച്ചത്തിൽ മഹാഭാരതത്തെയും മറ്റ് പുരാതന ഗ്രന്ഥങ്ങളെയും പണ്ഡിതന്മാർ പുനഃപരിശോധിക്കുന്നു. പുരാണവും ചരിത്രവുമായ ആഖ്യാനങ്ങളെ സമന്വയിപ്പിക്കാൻ ശ്രമിക്കുന്നു. ദ്വാരകയെ തേടിയുള്ള അന്വേഷണം നഷ്ടപ്പെട്ട നഗരം കണ്ടെത്തുക മാത്രമല്ല, അത് മനുഷ്യ ചരിത്രത്തെ രൂപപ്പെടുത്തിയ വിശാലമായ ശക്തികളെ മനസ്സിലാക്കുക കൂടിയാണ്. ദ്വാരകയുടെ ഉയർച്ചയും പതനവും യഥാർത്ഥമോ പ്രതീകാത്മകമോ ആകട്ടെ, നാഗരികതകളുടെ ദുർബലതയും ഭൂതകാലത്തിന്റെ അറിവും പൈതൃകവും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെയും ഓർമ്മിപ്പിക്കുന്നു. ദ്വാരകയെക്കുറിച്ചുള്ള അന്വേഷണം തുടരുമ്പോൾ ഭാവി തലമുറയിലെ പര്യവേക്ഷകരുടെയും പണ്ഡിതന്മാരുടെയും സ്വപ്നജീവികളുടെയും ഒരു വഴികാട്ടിയായി ഇത് പ്രവർത്തിക്കുന്നു. നഷ്ടപ്പെട്ട നഗരത്തിന്റെ കഥ കെട്ടുകഥകളും ചരിത്രവും ഇടകലർന്ന് നിലനിൽക്കുന്ന മനുഷ്യാത്മാവിന്റെയും അറിവിനായുള്ള ശാശ്വതമായ അന്വേഷണത്തിന്റെയും ശക്തമായ സാക്ഷിയായി തുടരുന്നു. ദ്വാരകയുടെ കഥ ചരിത്രമോ ഇതിഹാസമോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിച്ചേർന്നതോ ആയാലും മനുഷ്യ നാഗരികതയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പ്രതിഫലനങ്ങൾ പ്രദാനം ചെയ്യുന്നു. മഹത്തായ നേട്ടങ്ങളും സാംസ്കാരിക സമൃദ്ധിയുമുള്ള ഏറ്റവും വലിയ നഗരങ്ങൾ പോലും പ്രകൃതിയുടെ ശക്തികൾക്കും കാലക്രമേണയും ദുർബലമാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദ്വാരകയുടെ കഥ നഷ്ടത്തിന്റെയും വീണ്ടെടുപ്പിന്റെയും പ്രമേയങ്ങളുടെ പ്രതിഫലമാണ്. നൂറ്റാണ്ടുകളായി മഹാഭാരതത്തിലെ വാക്യങ്ങളിലും വിശ്വാസികളുടെ പ്രാർത്ഥനകളിലും മാത്രം ഓർമ്മിക്കപ്പെട്ട നഗരം കടലിൽ നഷ്ടപ്പെട്ടു. എന്നിരുന്നാലും ആധുനിക പര്യവേക്ഷകരുടെയും ഗവേഷകരുടെയും പരിശ്രമത്തിലൂടെ നഗരം വെളിച്ചത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. വർത്തമാനകാലത്ത് ഇപ്പോഴും പ്രതിധ്വനിക്കുന്ന വിദൂര ഭൂതകാലവുമായി ബന്ധപ്പെടാൻ നമ്മളെ അനുവദിക്കുന്നു. ദ്വാരകയുടെ ഇതിഹാസം മനുഷ്യന്റെ ഭാവനയുടെ ശക്തിയെക്കുറിച്ചും ലോകത്തെക്കുറിച്ചുമുള്ള നമ്മുടെ ധാരണ രൂപപ്പെടുത്തുന്നതിൽ മിഥ്യയുടെ പങ്കിനെക്കുറിച്ചും സംസാരിക്കുന്നു. ദ്വാരകയെ പോലെയുള്ള മിത്തുകൾ വെറും കഥകളല്ല, അവ സൃഷ്ടിച്ച സംസ്കാരങ്ങളുടെയും മൂല്യങ്ങളുടെയും വിശ്വാസങ്ങളുടെയും അഭിലാഷങ്ങളുടെയും പ്രകടനങ്ങളാണ്. ഭൂതകാലത്തിനും വർത്തമാനത്തിനും ഇടയിലുള്ള ഒരു പാലമായി അവ പ്രവർത്തിക്കുന്നു. അവസാനം നഷ്ടപ്പെട്ട ദ്വാരക നഗരം വെറും ഒരു സ്ഥലമല്ല, അതൊരാശയമാണ്. അർത്ഥത്തിനും ധാരണയ്ക്കും വേണ്ടിയുള്ള ശാശ്വതമായ അന്വേഷണത്തിന്റെ പ്രതീകമാണ്. മഹാഭാരതത്തിൽ വിവരിച്ചിരിക്കുന്നതുപോലെ അത് നിലനിന്നിരുന്നതോ ചരിത്രത്തിൽ മറ്റൊരു രൂപമെടുത്തതോ ആകട്ടെ, ദ്വാരക അത്ഭുതവും ജിജ്ഞാസയും ആദരവും പ്രചോദിപ്പിക്കുന്നു. ദ്വാരകയുടെ നിഗൂഢതകൾ പര്യവേക്ഷണം ചെയ്യുന്നത് തുടരുമ്പോൾ നഷ്ടപ്പെട്ട നഗരങ്ങൾക്കായുള്ള തിരച്ചിൽ പലതരത്തിൽ സ്വയം തിരയലാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇത് ചരിത്രത്തിന്റെ ആഴങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ്. നമ്മെ നിർവചിക്കുന്ന കഥകൾ കണ്ടെത്താനുള്ള അന്വേഷണം, സൃഷ്ടി, സംഹാരം, പുനർജന്മം എന്നിവയുടെ കാലാതീതമായ വിഷയങ്ങളുടെ പ്രതിഫലനമാണ്. ദ്വാരക നഗരം തിരമാലകൾക്കിടയിൽ മുങ്ങിപ്പോയാലും മിഥ്യയുടെ മണ്ഡലത്തിൽ മാത്രം നിലനിൽക്കുന്നതായാലും അതിന്റെ നിഗൂഢതകൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഹൃദയത്തിലും മനസ്സിലും ശാശ്വത നഗരമായി തുടരുന്നു. മനുഷ്യന്റെ സർഗാത്മകതയുടെ ശാശ്വതമായ ശക്തി, സാംസ്കാരിക ഓർമ്മയുടെ പ്രതിരോധം, അജ്ഞാതമായതിനെ പരിവേഷണം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന അറിവിനായുള്ള അടങ്ങാത്ത ദാഹം എന്നിവയുടെ തെളിവാണ് അതിന്റെ കഥ. അവസാനം ദ്വാരകയും നഷ്ടപ്പെട്ടില്ല. നമ്മൾ പറയുന്ന കഥകളിലും കണ്ടെത്തലുകളിലും ഭൂതകാലത്തിൽ നിന്ന് നാം പഠിക്കുന്ന പാഠങ്ങളിലും അത് ജീവിക്കുന്നു. നമ്മെ പ്രചോദിപ്പിക്കുകയും വെല്ലുവിളിക്കുകയും ആകർഷിക്കുകയും ചെയ്യുന്ന ഒരു നഗരമാണിത്. നഷ്ടപ്പെട്ട നാഗരികതയ്ക്കായുള്ള തിരയൽ അതിന്റെ കാതലായ മനുഷ്യാത്മാവിനായുള്ള അന്വേഷണമാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നഷ്ടപ്പെട്ടുപോയ ദ്വാരക നഗരം യഥാർത്ഥമോ സങ്കല്പമോ ആകട്ടെ, മനസ്സിലാക്കാനുള്ള ശാശ്വതമായ അന്വേഷണത്തിന്റെയും ഭൂതകാലത്തിന്റെ നിലനിൽക്കുന്ന പൈതൃകത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു. ചരിത്രത്തിന്റെ നിഗൂഢതകൾ ഒരിക്കലും പൂർണ്ണമായി പരിഹരിക്കപ്പെടുന്നില്ല, എന്നാൽ എല്ലായ്പ്പോഴും പുതിയ വ്യാഖ്യാനങ്ങൾക്കും കണ്ടെത്തലുകൾക്കും തുറന്നിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തലാണ് അതിന്റെ കഥ. അങ്ങനെ ഇന്ത്യയുടെ പുരാതന പൈതൃകത്തിന്റെയും മനുഷ്യാനുഭവത്തിന്റെയും കാലാതീതമായ നിഗൂഢതകളുടെയും ഹൃദയത്തിലേക്കൊരു യാത്ര, ദ്വാരകയ്ക്കായുള്ള അന്വേഷണം തുടരുന്നു. ഈ വീഡിയോ നിർത്തുന്നു. നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ വീഡിയോ ലൈക്കും ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.